സാധാരണ പെൺകുട്ടികൾക്ക് അവരുടെ ഡ്രീം എന്ന് പറയുന്നത് മിസ് കേരള അല്ലെങ്കിൽ മിസ് ഇന്ത്യ, മിസ് വേൾഡ്, ബ്യൂട്ടി പാജൻ്റ് ആണ് കൂടുതൽ നോക്കിക്കാണുക. പക്ഷേ നമ്മളുടെ ഗസ്റ്റ് അതുക്കും മേലേന്ന് ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. മിസ് കേരള ഫിസിക് 2023 വിന്നർ കൂടെയാണ്. Bold and beautiful Ashwati Prahladan with us. Hey, a very warm welcome. Thank you so much. നല്ല ആങ്സൈറ്റി ഉണ്ട് because I thought this is going to be like a whole different thing and then everybody is giving me attention. നല്ല ടെൻഷൻ ആവുന്നുണ്ട്. But then I'm like really happy that അത്രയും നാളും ലൈക്ക് ഞാൻ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ഫോളോവേഴ്സ് വരുമ്പോൾ ലൈക്ക് കോമ്പറ്റീഷൻസ് ചെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷേ അന്ന് ആ കോള് കിട്ടി നോമിനിയാണ്, അല്ലെങ്കിൽ അന്ന് അവിടെ നമ്മുടെ പ്രോഗ്രാമിന് വന്നപ്പോഴാണ് എനിക്കൊരു ആക്ച്വൽ ഇൻഫ്ലുവൻസർ ഫീല് കിട്ടിയതും ആ ഒരു റെക്കഗ്നീഷൻ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്നത് ആഫ്റ്റർ എന്താ പറയുക 2 വർഷത്തിൽ അവർ റെക്കഗ്നീഷൻ കിട്ടുന്നത് അന്നാണ്. സോ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് റേഡിയോ മാംഗോ സോഷ്യൽസ് ഇസ് ലൈക്ക് വെരി ക്ലോസ്. പക്ഷെ നമ്മള് ആർട്സിലായിരുന്നു താല്പര്യം. ഏതായിരുന്നു ഐറ്റം? പാട്ട് പാടുമായിരുന്നു, പിന്നെ അച്ഛൻ പാടും, ഞാൻ പാടും, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഡാൻസ് ഒക്കെ. ശരി, മേഖല അത് തന്നെയാണ് മോസ്റ്റ്ലി. പിന്നെ മോഡലിംഗ് ചെയ്ത് തുടങ്ങിയായിരുന്നു. എന്നിട്ട് ഫൈനലി ആണ് ഫിറ്റ്നസ്സിലേക്ക് വരുന്നത്. അപ്പം അതെങ്ങനെയാണ് സ്റ്റേജിൽ നമ്മൾ ഈ ഒരു പറഞ്ഞാൽ ബിക്നി അത്ലീറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഒരു ഫീൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നു? വർക്കൗട്ടൊക്കെ പെൺപിള്ളേർക്ക് ചെയ്യാൻ പറ്റുമോ, ലൈക്ക് ഇത് കണ്ടിന്യൂസ് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, പിന്നെ കുഞ്ഞു ഡ്രസ്സ് ഇട്ടിട്ട് സ്റ്റേജിൽ ആൾക്കാരെ കാണിക്കുന്നില്ല, അങ്ങനത്തെ തോട്ട്, ലൈക്ക് ആൾക്കാർ എന്ത് പറയും, അങ്ങനത്തെ തോട്ടായിരുന്നു. അപ്പോൾ കിട്ടി. പക്ഷേ ലൈവ് ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ, ഡിഡൻറ്റ് ഷോ അപ്പ് അവിടെ. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് കേരള കോമ്പറ്റീഷൻ വാസ് ഇൻ കാലിക്കറ്റ്. അത് കാണാൻ വേണ്ടി അവർ വന്നു, ലൈക്ക് അമ്മ വന്നു. ബിക്കോസ് അവർക്ക് മനസ്സിലായി ഓക്കെ ഇത് വെറുതെ ചെയ്യണതല്ല, ഔട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അങ്ങനെ കേരള കോമ്പറ്റീഷൻ വന്നപ്പോൾ അന്നാണ് അമ്മ ഈ പറഞ്ഞ പോലെ ഈ ടാൻ ചെയ്യുന്നത് എല്ലാം കാണുന്നത് ബാക്ക് സ്റ്റേജിൽ. അന്ന് അമ്മയ്ക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്രേസി ഡ്രീം അല്ല, കുറേ അത്ലീറ്റ്സ് ഉണ്ട്. സോ ഷീസ് ലൈക്ക് ആളിങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു ബാക്ക് സ്റ്റേജിൽ. ബിക്കോസ് എന്നെ തന്നെ 5 പേര് ഉണ്ടായിരുന്നു റെഡിയാക്കാൻ. ആസ് ഇൻ ടാൻ ഇട്ട് തരാനായിക്കോട്ടെ, ഹീലിട്ട് തരാനായിക്കോട്ടെ, എൻ്റെ ഇടയ്ക്ക് റൈസ് തരണു, ചോക്ലേറ്റ് തരണു, വോളനി അടിക്കണു. സോ 3-4 പേരാണ് എന്നെ സ്റ്റേജിൽ കയറ്റി. അപ്പോൾ അമ്മ ഇവിടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ പിടിച്ചിട്ട് എന്താ വേണ്ട ഇങ്ങനെ നിൽക്കുക. അപ്പം അമ്മ നോക്കുമ്പോൾ അവിടെ കുറേ പേര് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറേ പേര് ചെയ്യുന്നുണ്ട്, ഫുൾ എല്ലാവരും ടാനിട്ട് കിടക്കുന്നു. അന്ന് കോമ്പറ്റീഷൻ കഴിഞ്ഞ് സ്റ്റേജിൽ കയറിയപ്പോഴും അമ്മ ഇങ്ങനെ എല്ലാവരും ലൈക്ക് നമ്മളെ സ്റ്റേജിൽ കയറ്റുന്നവരും ഇങ്ങനെ നിൽക്കുക, ലൈക്ക് അയ്യോ ക്രാമ്പൊന്നും വരല്ലേ, ചെയ്യാൻ പറ്റണേ, അങ്ങനെ. സോ ദാറ്റ് ഈസ് വെൻ അമ്മ ആക്ച്വലി സോ എന്താ ഒരു ബോഡി ബിൽഡിങ് ആ സ്റ്റേജിൻ്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ, എത്ര എഫേർട്ട് ഇട്ടിട്ടാ. എനിക്ക് ഷുഗർ ലോ ആയിട്ട് തല ഇറങ്ങി, ആ സമയത്ത് ഹണി പൊട്ടാഷ്യം ഒക്കെ കൊണ്ടുവന്ന് തന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ്ടി വന്നേനെ, വെള്ളം കുടിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരുപാട് തിങ്സ് ആർ ഹാപ്പനിങ് ബിഹൈൻഡ് ദ സ്റ്റേജ്. ബട്ട് നോ വൺ നോസ്, പുറത്ത് കാണുന്നേ ഉള്ളൂ. അന്ന് കേരള കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരെയും സമ്മതിച്ചു, ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യുന്നേ എന്നുള്ളൊരു സംഭവം. അന്ന് തൊട്ട് ഇങ്ങോട്ട് പറയും, ചിക്കൻ മേടിക്കണില്ലേ, മുട്ട മേടിക്കണില്ലേ, ഇന്ന് നീ വർക്കൗട്ട് ചെയ്യുന്നില്ലേ, അങ്ങനെ. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം നോക്കി എല്ലാവരുടെയും അപ്രൂവൽ കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല. സോ ഐ ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് ദെൻ ലെറ്റ് മൈ സക്സസ് മേക്ക് ദ നോയ്സ് ആൻഡ് ദേ ജസ്റ്റ് സപ്പോർട്ട്. പോയില്ല. പക്ഷെ നമ്മളുടെയൊക്കെ ഒരു ടെൻഷൻ വെയിറ്റ് എടുത്താൽ നമുക്ക് മസിൽ വെക്കും എന്നുള്ളതാണ്. ഇപ്പം നോർമലി ഫെമിനിൻ ഫിസിക്കിനും ആയിട്ട് ചേർന്ന് പോകത്തില്ലല്ലോ ഈ പറയുന്ന പോലെ. അപ്പം അതെപ്പോഴെങ്കിലും നമ്മൾ വറി ചെയ്യിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ മസിൽസ്? നോർമലി നമ്മൾ പറയുമ്പോൾ ഫെമിനിൻ ഫിസിക്കിൽ മസിൽസ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്, പക്ഷേ മസ്കുലാരിറ്റി ആണ് ലൈക്ക് ഉദ്ദേശിക്കുന്ന സാധനം. മസിൽസ് ലോഞ്ചവിറ്റിയുടെ ഒരു ഭാഗമാണ്. മസിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ ലൈഫ് സ്റ്റൈല് ബെറ്റർ ആവുള്ളൂ ആക്ച്വലി സ്പീക്കിംഗ്. പിന്നെ ഐ വുഡ് സേ ബോയ്സിനേക്കാളും കൂടുതൽ ഫീമെയിൽസ് ഷുഡ് ബി ഹിറ്റിംഗ് ദ ജിം. ബിക്കോസ് പോസ്റ്റ് 30 നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയും, നമ്മുടെ ജോയിൻറ്റ് സ്ട്രെങ്ത് കുറയും. സോ ബോയ്സിനേക്കാളും കൂടുതൽ ബോയ്സ് എസ്തെറ്റിക്സിന് വേണ്ടിയാണ് മോസ്റ്റ്ലി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു സാധനമാണ് സ്ട്രെങ്ത് ട്രെയിനിങ്. ആൻഡ് ദെൻ പണ്ട് തൊട്ടേ ജിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കുലർ മെൻ, അത് വെച്ച് കണക്ക് കൂട്ടിയേക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും വിചാരം വെയിറ്റ് എടുത്താൽ അങ്ങനെ ആവും എന്നുള്ളതാണ്. ബട്ട് ദെൻ വി ഡോണ്ട് ഹാവ് ഒട്ടും തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഇൻ അവർ ബോഡി വിച്ച് വുഡ് ഹെൽപ്പ് ഇൻ അത്രയും മസിൽ ബിൽഡിങ്. സോ നമ്മൾ വെയിറ്റ് എടുത്ത് ഇപ്പോൾ 1-2 വർഷം കഷ്ടപ്പെട്ട് ലിഫ്റ്റ് ചെയ്താലും ആ ലെവലിൽ എത്തത്തില്ല, വിചാരിച്ച പോലും എത്തത്തില്ല. സോ വൈ ബീയിങ് സ്കേർഡ്? ഇത് ഞാൻ എല്ലായിടത്തും ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ സ്പോർട്സ് ബ്രൈറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചേച്ചിമാർ ഐ തിങ്ക് 30+ ഒക്കെ ഉള്ളവർ എൻ്റെ അടുത്ത് വന്ന് പറയും, എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി തന്നെ കണ്ടിട്ട്, കാരണം അവർ കാർഡിയോ മാത്രമേ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ, ബൾക്കാവുമെന്ന് കരുതിയിട്ടൊന്ന്. ബിക്കോസ് ദേ ആർ സീയിങ് മീ, ഞാൻ 2 years ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഐ എം നോട്ട് മാസ്കുലീൻ, അങ്ങനത്തെ രീതി ആയിട്ടില്ല.
സോ ദേ ഹവ് സ്റ്റാർട്ടഡ് ലിഫ്റ്റിംഗ്. ഇത് മിസ്കൺസെപ്ഷൻ ആണ്, ലൈക്ക് ബൾക്കി ആവും എന്നുള്ളത്. പക്ഷെ ബൾക്കി ആവില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ മസ്കുലർ ആവത്തേയില്ല. ട്രെയിനറെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? അതായത് ഇത് ഈ ഒരു ഡ്രീം തുടങ്ങിയത് മുതൽ ഇന്നോളം ട്രെയിനറെ മാറ്റിയിട്ടുണ്ടല്ലോ? സെയിം ട്രെയിനറാണ്? ട്രെയിനറിനെ മാറ്റിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഞാൻ സോ എല്ലാവരും പറയും ലൈക്ക് ഐഡിയലി ഒരാളുടെ അടുത്ത് ട്രെയിൻ ചെയ്യുന്നതാണ് നല്ലത്, ബിക്കോസ് അവർക്ക് നമ്മുടെ ഫിസിക്ക് അറിയാം, ബോഡി അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫീമെയിൽ ആസ് എൻ ഫീമെയിൽ അത്ലീറ്റ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവരും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടിയാണ് എന്നെയും ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ളത്. സോ വി വർ ഓപ്പൺ ടു സജഷൻസ്. പിന്നെ ഞാൻ ആദ്യം പോയിരുന്ന ജിമ്മിൽ അവിടെ ബോഡി ബിൽഡിംഗ് ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പറ്റീഷൻസിന് ട്രെയിൻ ചെയ്യുന്ന ജിമ്മാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഗിവ്സ് ഇൻ ഒപ്പീനിയൻസ്. അപ്പം ഒരാൾ മാത്രമേ ട്രെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഇപ്പം വൺ ഡേ മൈ കോച്ച് ഇസ് നോട്ട് അവൈലബിൾ, അതൊരു കോച്ച് വുഡ് ട്രെയിൻ. അല്ലെങ്കിൽ നമ്മൾ ഫൈനൽ കോമ്പറ്റീഷൻ ടൈം ആകുമ്പോഴേക്കും നമ്മൾ എല്ലാവരെയും പോസ് ചെയ്ത് കാണിക്കും, എല്ലാവരുടെ നിന്നും ഫീഡ്ബാക്സ് എടുക്കും. അങ്ങനെയായിരുന്നു. സോ ഒരു കോച്ച് എന്നുള്ള രീതിയിൽ ഐ ഹാവ് ചേഞ്ച്ഡ് കപ്പിൾ ഓഫ് കോച്ചസ്. ബട്ട് അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ലൈക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും ഗ്രൂപ്പായിട്ട് ഫീഡ്ബാക്സ് എടുത്തിട്ട് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്താൽ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് ഓൾവേസ് ബെനിഫിറ്റഡ് മീ. ഈ കോമ്പറ്റീഷന് സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഉള്ള ചടങ്ങുകളൊക്കെ ഒന്ന് പറഞ്ഞു തരും. സോ സ്റ്റേജ് കയറുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ തന്നെ മെയിൻ കലാശക്കൊട്ട പരിപാടിയൊക്കെ തുടങ്ങും. ആസ് ഇൻ ദർ ഇസ് തിങ്സ് ലൈക്ക് പീക്ക് വീക്ക്. ഇപ്പോൾ പീക്ക് വീക്ക് ഫൈനൽ 2-3 ദിവസം തന്നെ നമ്മൾ വാട്ടർ കട്ട് ചെയ്യാൻ തുടങ്ങും. സോ ഒരു 4 days മുന്നേ വരെ വീൽ സ്റ്റഫ് ഇൻ വിത്ത് വാട്ടർ, ലൈക്ക് 5-6 liters ഓഫ് വാട്ടറൊക്കെ കുടിച്ച് സാച്ചുറേറ്റഡ് ആക്കിയിട്ട് പിന്നെ നമ്മൾ നല്ലോണം വെള്ളം കട്ട് ചെയ്യും. സോ ഒരു ദിവസം ലൈക്ക് 3 liter, പിന്നെ 1.5 തലേ ദിവസം ഒരു 6 PM തൊട്ട് കുടിക്കില്ല വെള്ളം. വയറ് ടൈറ്റ് ആയിരിക്കാനാണോ? കംപ്ലീറ്റ്ലി ഡ്രൈ ആവാനായിട്ട്. വയറ് മാത്രമല്ല കംപ്ലീറ്റ്ലി ഡ്രൈനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന വരെ പിന്നെ നോ വെള്ളം. സോ വെള്ളം ഇസ് ഡൺ. പിന്നെ അവസാനത്തെ 3 days നമ്മൾ കാർബ് ലോഡ് ചെയ്യും. ആസ് ഇൻ അതിന് മുന്നേ വരെ കാർബ് ഉണ്ടാവുകയില്ല. ആസ് ഇൻ ലൈക്ക് മേ ബി ഒരു 2-3 weeks ചിലപ്പോൾ 0 കാർബ് ഒക്കെ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഓൾ ടോട്ടലി സബ്ജക്റ്റീവ് ടു പീപ്പിൾ. നമ്മുടെ ഫിസിക്ക് എങ്ങനെയാണോ അതെങ്ങനെ സ്റ്റേജിലേക്ക് എത്തിക്കണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഈ പ്രോസസ്സ് എല്ലാം മാറും ഫോർ ഈച്ച് പീപ്പിൾ. ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ കോച്ച് ആൻഡ് ദ പീപ്പിൾ ഹു ആർ ഗിവിങ് അഡ്വൈസ്. ബട്ട് ദിസ് ഇസ് സംതിങ് ദറ്റ് ഹാസ് ഹാപ്പൻ ഫോർ മീ. സോ ഫൈനൽ ഒരു 3 weeks 0 കാർബ് ആയിരുന്നു. നോ ഓട്സ്, നോ ബനാന, നോ റൈസ്, നത്തിങ്. ഇറ്റ്സ് ജസ്റ്റ് ചിക്കൻ ആൻഡ് വെജിറ്റബിൾസ്. എന്നിട്ട് ഫൈനൽ 3 days ആകുമ്പോൾ ദേ ഗിവ് യു റൈസ് without salt. So it's like every 1 hour, 2 hour you just load 100-200 grams of rice, sweet potatoes, stuff ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ലാസ്റ്റ് ടൈം ആണ് ഐ റിയലി ഫെൽറ്റ് ദ മാജിക് ഓഫ് കാർബ് ലോഡിങ്. ബിക്കോസ് രാവിലെ എടുത്തു വെച്ച ഫോട്ടോയിൽ ഐ ലുക്ക് സ്കിന്നി ആസ് ഇൻ ലൈക്ക് ഭയങ്കര ചെറുതായിട്ട് ഷ്രിങ്ക് ആയിട്ടിരിക്കും. ബിക്കോസ് ഐ എം ഓൺ നോ കാർബ്. രാത്രി ആകുമ്പോഴേക്കും ഒരു 8-10 കാർബ് മീൽസ് കയറി കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര വലുതായിട്ട് ഇരിക്കും. സോ ഞാനത് ഫ്രണ്ട്സിനൊക്കെ കാണിക്കുമ്പോൾ ദേവിയിലേക്ക് ഇത് ഒരു ദിവസത്തെ ഫോട്ടോ ആണ്. So this is how you can actually change the body if you're like doing, with the right coach. അപ്പോൾ അത്രയും ഫില്ലായിട്ടിരിക്കും മസിൽസ് വിത്ത് ദ കാർബ്സ്. then you do it for 3 more days. ഫൈനൽ ഡേയ്സിലൊക്കെയാണെങ്കിൽ നമ്മൾ വാട്ടർ വീണ്ടും കട്ട് ചെയ്യാനുണ്ട്. യു ടേക്ക് സ്റ്റീം ബാത്ത് ആൻഡ് ദെൻ സൺ ബാത്ത് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്, സ്കിന്ന് കുറച്ച് ബെറ്റർ ആവാനായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ തലേ ദിവസം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ്റെ അന്നെന്ന് പറയുമ്പോൾ മോർണിംഗ്സ് എല്ലാം ഇറ്റ്സ് മോർ ലൈക്ക് യു കീപ് ലോഡിങ് കാർബ് ആൻഡ് റൈസ് ആൻഡ് ദെൻ 2-3 coats ഓഫ് ടാൻ ഇടും. സോ ദാറ്റ് ഈസ് എ ബേസിക് സ്റ്റഫ്. ലൈക്ക് ടാൻ ഇടുന്നത് എന്തിനാണ്? ടാൻ ഇടുന്ന മോസ്റ്റ്ലി മസിൽ ഡെഫിനേഷൻ കാണാൻ വേണ്ടിയിട്ട്. സോ ടാൻ ഇടും ആൻഡ് ദെൻ ദർ ഇസ് ലൈക്ക് ഷോ ഷൈനർ പോളിഷ് ഉണ്ട്, ഒരു ലൈക്ക് ഓയിൽ കൈൻഡ് ഓഫ് തിങ്, അതിടും. ആൻഡ് ദെൻ യു ജസ്റ്റ് പുട്ട് യുവർ ഡ്രസ് ആൻഡ് ദെൻ ബിക്കിനി ആണെങ്കിൽ ബിക്കിനി, whatever വോളിനെയൊക്കെ അടിക്കും ക്രാമ്പ് ഒന്നും വരാണ്ടിരിക്കാനായിട്ട്. ആൻഡ് ദെൻ ജസ്റ്റ് ഗോ ടു ദ സ്റ്റേജ്. നമ്മുടെ അടുത്തൊരു ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ്, ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ വന്നിട്ട് നമ്മളൊരു ചലഞ്ച് എടുത്തില്ലെങ്കിൽ മോശമല്ലേ? വാക്കുകൾ കൊണ്ടുള്ള കളിയായിരുന്നു, നീ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കാൻ പോവാം. അപ്പൊ ജസ്റ്റ് ഒരു സിറ്റപ്പ് ചാലഞ്ച്, സിമ്പിൾ ചാലഞ്ച്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി കുറച്ച് ഇവിടെ നമ്മുടെ ആൾക്കാരെ വിളിക്കാൻ പോവാം. നമുക്ക് ഉടായ്പ സെറ്റപ്സ് ചെയ്യാം, അതാകുമ്പോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇവിടെ ഇല്ല ഇനി നിന്ന് ചെയ്യണം. എനിക്ക് എന്തായാലും ഡ്രസ്സിൽ ഇത്രയും കാലം നീക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇത്രയും ചെയ്യാം. ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് 1 മണിക്ക് കഴിച്ചത് ഇപ്പൊ ചെയ്യാം, കുഴപ്പമില്ല. നമ്മുടെ റേഡിയോ മാങ്കോയുടെ ഭാഗത്തുനിന്ന് ഒരു ടോക്കൺ ഓഫ് ലവ്